मेरे प्यारे देशवासियों ഇന്ന് 11:45 മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഒരു പ്രധാന പ്രസ്താവനയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നു. റേഡിയോയിലൂടെയും ടിവിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾ അത് വീക്ഷിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വന്നതിനു പിന്നാലെ രാജ്യം ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. എന്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന സന്ദേശം? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എന്തോ വലിയ വാഗ്ദാനം വരാൻ പോകുന്നുവെന്ന് പലരും വിലയിരുത്തി. രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തിയ വാഗ്ദാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒന്നായിരിക്കും മോദി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പ്രതീക്ഷകളിലൊന്ന്. എന്നാൽ രാജ്യം കൈവരിച്ചൊരു പ്രധാനപ്പെട്ട ബഹിരാകാശ നേട്ട പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ചില വസ്തുതകൾ ഇപ്രകാരമാണ്. എല്ലാ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ ദിവസമാണിന്ന്. കുറച്ചു സമയം മുമ്പ് നമ്മുടെ ശാസ്ത്രജ്ഞർ 3000 കിലോമീറ്റർ എർത്ത് ഓർബിറ്റൽ ലൈവ് ഉപഗ്രഹം വിക്ഷേപിച്ചു. എയർസൈറ്റ് മിസൈൽ 3 മിനിറ്റ് കൊണ്ട് വിജയകരമായി ആ ഉപഗ്രഹം നശിപ്പിക്കാൻ കഴിഞ്ഞു. മിഷൻ ശക്തി എന്നാണ് ഈ പദ്ധതിയുടെ പേരിട്ടിരിക്കുന്നത്. ഭ്രമണപഥത്തിലുള്ള ചാര ഉപഗ്രഹത്തെ നശിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പ്രസ്താവന കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റും വന്നു. ശാസ്ത്രജ്ഞർക്ക് അഭിനന്ദനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നാടക ദിനാശംസകൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ വിമർശനത്തോടെയാണ് പ്രതിപക്ഷം നേരിട്ടത്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെയെല്ലാം അവഗണിച്ച ജനങ്ങളുടെ ശ്രദ്ധ ആകാശത്തേക്ക് കേന്ദ്രീകരിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പ്രതികരിച്ചു. ലോക നാടക ദിനം കൂടിയാണ് മാർച്ച് 27. രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി മോദി ഉപയോഗിക്കുന്ന മേരെ പ്യാരേം ദേശവാസിയും എന്നത് ഉപയോഗപ്പെടുത്തി പ്രഖ്യാപനം വിചാരിച്ചത്ര കലങ്ങിയില്ലെന്നാണ് MM മണി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒപ്പം യോദ്ധ സിനിമയിലെ ജഗതി ശ്രീകുമാറിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരാകാശ നേട്ടം മോദിയുടെ നേട്ടമാണെന്ന് BJP, എന്നാൽ അത് ശാസ്ത്രജ്ഞന്മാരുടെ നേട്ടമാണെന്ന് കോൺഗ്രസും തമ്മിൽ തർക്കമായി. എന്നാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയും സജീവമായി. സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. മോദി ഇന്ന് പ്രഖ്യാപിച്ചതൊക്കെ 2012 മുതലേ രാജ്യത്ത് സജ്ജമാണെന്നും ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്നേയുള്ളൂവെന്നും ട്രോളന്മാർ. പത്രക്കാർ എന്തേലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാതിരിക്കാനാണ് ഇതെന്ന് വേറെയൊരു വിഭാഗം ട്രോളന്മാർ. എന്നാൽ മോദി അഭിസംബോധന ചെയ്യുന്നത് മുമ്പേ ഓരോരുത്തരും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാനും സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തു. നാട്ടുകാരെ പറ്റിച്ചാൽ ഇനിയും നാട്ടുകാർ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ബഹിരാകാശത്തിന്റെ പേര് പറഞ്ഞ് അന്യഗ്രഹ ജീവികളെ പറ്റിച്ചതെന്നും കമന്റുകൾ വന്നു. എന്നാൽ ആരുണ്ടാക്കിയാലും മനുഷ്യന് നല്ലതാണെങ്കിൽ നല്ലതെന്നും ചിലർ കുറിച്ചു.